بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കുടുംബവുമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ചേർക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആക്ക് വസിയത്ത് ഏൽപ്പിക്കാറുണ്ട്. നിരന്തരം നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെയും മുഖ്യമായ ഭാഗത്തും അല്ലാഹു തആല അവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. ജീവിതത്തിൽ മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കും എന്ന പ്രതീക്ഷ ഉള്ളവരാണ് മനുഷ്യരായ എല്ലാവരും. ആ ഒരു വിവേകം ചില സന്ദർഭങ്ങളിൽ മനസ്സിൽ നിന്ന് നീങ്ങുന്നു എങ്കിൽ പോലും ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നവരാണ് എല്ലാവരും. മരിക്കുന്ന കാര്യത്തിൽ തീർച്ചയാണ്, ആർക്കും അതിൽ തർക്കമില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സ്വന്തം മരണത്തെ മറന്നുപോവലാണ് മനുഷ്യൻ. എന്നാൽ നാം ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ ആലോചിച്ചാൽ നമ്മുടെ സ്വന്തം മരണത്തെ ഓർമ്മപ്പെടുത്തുന്ന നിരവധി ഉദാഹരണങ്ങളും അനുഭവങ്ങളും യാഥാർത്ഥ്യങ്ങളും മുന്നിലിങ്ങനെ വന്നുപോയിക്കൊണ്ടിരിക്കാം. ആ കാണപ്പെടുന്ന മരണത്തിന്റെ ഓരോ അവസരങ്ങളിൽ മറ്റുള്ളവരെ നാം കാണുന്നിടത്ത് ഒരു പക്ഷേ അടുത്ത അവസരം നമ്മുടേതാകുമോ എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വരാത്തതാണ് നമ്മുടെ പ്രശ്നം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് അപകടങ്ങളും തുടർന്നുണ്ടാകുന്ന മരണങ്ങളെയും കുറിച്ചാണ്. അള്ളാഹു അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങളെയും കാത്തു രക്ഷിക്കട്ടെ. എപ്പോഴും ദുആ ചെയ്യുമ്പോൾ ഇങ്ങനെ നിസ്സാരമായി പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ എന്നിങ്ങനെ. പക്ഷെ അതൊന്ന് ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അത് സംബന്ധമായി നമുക്ക് ആലോചിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ഹ്രസ്വമായ കൂടിക്കാഴ്ച അത്തരം കാര്യങ്ങളുടെ ഒരു ചെറിയ വിശകലനമാണ്. മരണം തീർച്ചയാണ്. മരണം എത്ര വലിയ സജ്ജീകരണങ്ങളിൽ സംവിധാനങ്ങളിൽ ഇരുന്നാലും മരിക്കാനുള്ള സന്ദർഭമായി കഴിഞ്ഞാൽ അവിടെ ഒരു സമയം പോലും മുന്തുകയോ പിന്തുകയോ ഇല്ല. മരണം തീർച്ചയാണെന്ന് ഖുർആൻ. ആ ആയത്ത് എത്ര വലിയ രസകരമായ ഭാഷയിലാണ് അല്ലാഹു തആല അവതരിപ്പിച്ചിരിക്കുന്നത്. സൂറത്ത് നിസാഇന്റെ 78-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗതു വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. എത്ര ഒരുക്കി തയ്യാറാക്കി വച്ചിരിക്കുന്ന കോട്ടകൊത്തളങ്ങളിലും സംവിധാനങ്ങളിലാണേൽ പോലും എവിടെയായാലും നിങ്ങളെ മരണം വന്ന് കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. അങ്ങ് പറയ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നിങ്ങൾ ഭയന്നോടുന്ന അല്ലെങ്കിൽ നിങ്ങൾ പിന്തിരിഞ്ഞോടുന്ന മരണം ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു തുറയിൽ വെച്ച് നിങ്ങളെ കണ്ടുമുട്ടുക തീർച്ചയാണ്. അത് പറയ നബിയെ. ثم تردون إلى عالم الغيب والشهادة. ദൃശ്യവും അദൃശ്യവുമായ സർവ്വകാര്യങ്ങളെയും സസൂക്ഷ്മം അറിയുന്ന തമ്പുരാനിലേക്ക് പിന്നീട് നിങ്ങളെ മടക്കപ്പെടുകയും ചെയ്യും. മാത്രവുമല്ല ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചപ്പോൾ ചെയ്തു പോയ സർവ്വകാര്യങ്ങളെയും കൃത്യമായി നിങ്ങൾക്ക് വിവരം അവൻ അറിയിച്ചു തരികയും ചെയ്യും. അതായത് വിചാരണയെക്കുറിച്ച്, നമ്മുടെ നന്മതിന്മ രേഖപ്പെടുത്തിയ ആ കിതാബിനെ കുറിച്ചൊക്കെയാണ് ആ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റോഡ് അപകടങ്ങൾ, ഫ്ലൈറ്റ് അപകടങ്ങൾ, അതുപോലെ തന്നെ ഹെലികോപ്റ്റർ അപകടങ്ങൾ, ഒരുപാട് അപകടങ്ങൾ, അതുപോലെ പാമ്പ് കടി കൊണ്ടുള്ള അപകടങ്ങൾ, തീപൊള്ളലിന്റെ അപകടങ്ങൾ, വെള്ളപ്പൊക്കത്തിലുണ്ടാകുന്ന കെടുതികൾ, അപകടങ്ങൾ, ഇങ്ങനെ അങ്ങ് നോക്കിയാൽ ഒരു ദിവസത്തെ മലയാള പത്രത്തിന്റെ ചരമകോളം എന്ന് പറഞ്ഞിട്ടൊരു കോളം തന്നെ, അല്ലെങ്കിൽ ഒരു പേജ് തന്നെ, എത്ര വലിയ വാർത്തയുണ്ടെങ്കിൽ പോലും ആ പേജിലെ വാർത്ത അഡ്ജസ്റ്റ് ചെയ്യില്ല. ആ പേജും വിട്ട് പുറത്തേക്ക് കടക്കലാണ് ആ പേജിൽ വരേണ്ട വാർത്തകൾ മിക്കവാറും. പ്രമുഖരുടെ മരണം ചരമകോളത്തിനും പുറത്താ.
അപ്പം മരണത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയുള്ള മീഡിയ സംവിധാനങ്ങൾ നിരന്തരം നമ്മുടെ കൈകളിലും കണ്ണുകളിലും നിറഞ്ഞിങ്ങനെ പോകുമ്പോഴും നാം അതിലേക്ക് ചിന്തിക്കാറില്ല. ഏകദേശം ഒരു ദിവസത്തെ ചരമകോളത്തിന്റെ മരണകാരണങ്ങളെ നമ്മളൊന്ന് പരിശോധിച്ചാൽ അത് തന്നെയായിരിക്കും അടുത്ത ദിവസവും ഉണ്ടാവുക. ഒരു 10, 20, 25 കാരണങ്ങൾക്കപ്പുറം ഒരു പുതിയ കാരണം വളരെ അപൂർവമായിട്ടാണ് ഒരു ചരമകോളത്തിൽ മിക്കവാറും, അല്ലെങ്കിൽ ഒരു ചരമ പേജിൽ മിക്കവാറും വരികയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു പുതിയത് വരൽ വളരെ റയറാണ്. അപ്പൊ മനുഷ്യ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്ന കാരണങ്ങളാണ് മിക്കവാറും. അത് ഞാനിങ്ങനെ നിരീക്ഷിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണ്. അങ്ങനെ ആവണമെന്നില്ല. ഏകദേശം പാമ്പ് കടിയേറ്റ് മരിച്ചത്, വൈദ്യുതി പോസ്റ്റിൽ അല്ലെങ്കിൽ വൈദ്യുതി ലൈനിൽ കാല് തട്ടി മരിച്ചത്, അതുപോലെ വാഹനാപകടം, അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊന്നത്, പിന്നെ അങ്ങനെ പല രീതിയിലുള്ള മരണങ്ങൾ, അതുപോലെ വലിയ രോഗങ്ങൾ വന്ന് മരിച്ചത്, അദ്ദേഹം അർബുദ രോഗ ചികിത്സയിലായിരുന്നു, അങ്ങനെ കിടന്ന് മരിച്ചത്, അങ്ങനെ പല കാരണങ്ങളും അങ്ങനെ മരണവുമായി ബന്ധപ്പെട്ട് ചരമകോളത്തിൽ വന്നത് തന്നെയാണ് പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് നമുക്കും വരാനുള്ളത്. അത് നമ്മൾ ആലോചിക്കുന്നില്ല. ഇതൊക്കെ തന്നെയാണ് നമുക്ക് വരാനുള്ളത്. അള്ളാഹു ഈമാൻ സലാമത്താക്കി തരട്ടെ. അള്ളാഹു നമുക്ക് ഖൈറായ രീതിയിൽ ജീവിച്ച് ഖൈറായ രീതിയിൽ മരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് സത്യവിശ്വാസിക്ക് ഈ സന്ദർഭത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമ്മുടെ ഹൃദയത്തിന്റെ കറ കളയാനുള്ള ഏറ്റവും വലിയ 2 വഴികൾ: ഒന്ന് തനിച്ചിരുന്ന ഖുർആൻ പാരായണം ചെയ്യലും, 2 സ്വന്തം മരണത്തെക്കുറിച്ച് ഓർക്കലുമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബൈഹഖി അവിടുത്തെ ശുഅബിലും മറ്റും ഒക്കെ ആയിട്ട് ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ കറ കളയാൻ, പാപം ചെയ്ത് ഇരുണ്ടിരിക്കുന്ന ഹൃദയം, കറുത്തിരിക്കുന്ന ഹൃദയത്തെ നന്നാക്കാൻ, ഇന്നൽ ഖുലൂന ഹാദിഹിൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദു ഇദാ അസ്വാബഹുൽ മാ. ഈർപ്പമെത്തിയാൽ ഇരുമ്പിൽ തുരുമ്പടിക്കുന്ന പോലെ, എപ്പോഴും പറയാറുള്ള ഹദീസാണിത്. ഈർപ്പമെത്തിക്കഴിഞ്ഞാൽ ഇരുമ്പിൽ തുരുമ്പ് പിടിക്കുന്ന പോലെ മനുഷ്യ, നീ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോ അത് മുഴുവനും നിന്റെ ഹൃദയത്തിൽ ഈർപ്പമായി, തുരുമ്പായി ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുക. നിന്റെ ഹൃദയത്തിന്റെ ഇപ്പോഴത്തെ കളറ് കറുത്ത കളറാ. എന്റെ ഹൃദയം, എന്നെ കേൾക്കുന്നവരുടെ ഹൃദയം, എല്ലാവരുടെയും ഹൃദയം ഇങ്ങനെ പാപം കൊണ്ട് കറുത്തിരിക്കാം. സ്വഹാബികൾ ചോദിച്ചു, നബി അതൊന്ന് വെളുപ്പിച്ചെടുക്കണമല്ലോ, പാപമൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണമല്ലോ, എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഹബീബ് പറഞ്ഞ 2 കാര്യങ്ങൾ, അതിനുള്ള മറുപടിയിൽ പറഞ്ഞ 2 മാർഗങ്ങൾ: ഒന്ന് കസറത്തു ദിക്രിൽ മൗത്ത്, സ്വന്തം മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ഇങ്ങനെ കൂട്ടി വരിക, സ്വന്തം മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ വർദ്ധിപ്പിക്കുക. രണ്ടാമത്തേത് തിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിന്റെ പാരായണം, തനിച്ചിരുന്നുള്ള പാരായണം, ആസ്വദിച്ചുകൊണ്ടുള്ള പാരായണം, ഭയപ്പെട്ടുകൊണ്ടുള്ള പാരായണം. അപ്പൊ നമ്മുടെ മനസ്സിന്റെ കറകളയാൻ 2 മാർഗങ്ങളിൽ ഒന്ന് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന കാര്യം തന്നെയാണ്: സ്വന്തം മരണത്തെക്കുറിച്ചുള്ള വിചാരം, സ്വന്തം മരണത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ. സ്വന്തമായിരുന്നിങ്ങനെ ചിന്തിക്കുക, എൻ്റെ വീട്ടിലും ആ നീലട്ടാർപ്പായ മുറ്റത്ത് വലിച്ചു കെട്ടും, ഞാൻ ക്ഷണിക്കാതെ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരും മുഴുവനും വരും എൻ്റെ മയ്യത്ത് കാണാൻ വേണ്ടി. മരണം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പേരല്ല അവിടെ ഉച്ചരിക്കപ്പെടാം. എൻ്റെ സ്ഥാനമാനങ്ങൾ, ഞാൻ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണെന്നൊന്നുമല്ല പിന്നെ വിളിച്ചു പറയാം. മയ്യത്ത് എടുക്കാനായോ, മയ്യത്ത് കുളിപ്പിക്കാനായോ, മയ്യത്ത് മറവ് ചെയ്ത ശേഷം ഇങ്ങനെ എന്നെ പിന്നെ പറയുന്ന വാക്ക് മയ്യത്ത് എന്ന അങ്ങനത്തെ ഒരു അവസ്ഥയെക്കുറിച്ച് സ്വന്തം ജീവിതത്തിൽ അത് വരുമെന്ന പ്രതീക്ഷയിൽ നിന്നുകൊണ്ട് ഒരാൾ ചിന്തിച്ച് വർത്താനം പറയുന്നോടത്ത് അവന്റെ ഹൃദയത്തിന്റെ കറ കളയുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ മരണത്തിൽ കലാശിക്കുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങളാണ് അപകടങ്ങൾ. പല നിലക്കുള്ള അപകടങ്ങളുണ്ടെന്നാൽ ഇത്രയും അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുപാടിൽ പുതുതായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. പുരോഗമനമനുസരിച്ച് അപകടങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കാം. അങ്ങനെയെങ്കിൽ കേട്ടോളൂ, അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രധാന ദുആയായി ഇനി പറയാൻ പോകുന്നത് ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം ത്വബറാനി അവിടുത്തെ മുഅ്ജമിൽ ഉദ്ധരിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബി പറയുകയാണ്, ഇസ്തആദൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ 7 മൗതാത്ത്. 7 തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടാവല്ലേ. 7 തരത്തിൽ മരണപ്പെടുന്ന 7 തരത്തിലുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹുവിന്റെ ഹബീബ് എപ്പോഴും കാവൽ തേടുമായിരുന്നു. എങ്ങനെയും മരിച്ചാ പോരാ, കലിമ ചൊല്ലി മരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കലിമ ചൊല്ലി മരിക്കുന്നോടത്താണെങ്കിൽ പോലും
7 തരത്തിലുള്ള മരണത്തെ തൊട്ട് കാവൽ തേടണമെന്ന റസൂലുള്ളാഹി പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 7 തരത്തിലുള്ള മരണങ്ങളെ തൊട്ട് നമ്മൾ കാവൽ തേടിയേ പറ്റൂ. അതിൽ പ്രധാനപ്പെട്ട ഒരു മരണമാണ് അപകട മരണം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപകടങ്ങൾ ഒരുപാട് തലത്തിലുള്ള അപകടങ്ങളുണ്ട്, കേട്ടോളൂ. ഏതായാലും ആ 7 മരണങ്ങൾ റസൂലുള്ളാഹി കാവൽ തേടിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 മരണങ്ങൾ. ഒന്നാമത്തെ മരണം മിൻ മൗത്തിൽ ഫജ്ആ, പെട്ടെന്ന് മരിക്കുക, കുഴഞ്ഞു വീണ് മരിക്കുക, പ്രഷർ അടിച്ച് പെട്ടെന്ന് മരിക്കുക. അങ്ങനെയൊക്കെ മരിച്ചവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, അല്ലേ? അവരൊക്കെ നരകത്തിൽ പോകുന്നതല്ല അതിനർത്ഥം. അങ്ങനത്തെ മരണങ്ങൾ ജീവിച്ചിരിക്കുന്നവർക്ക് താങ്ങാൻ പറ്റാത്ത മരണങ്ങളാ. അങ്ങനെ പെട്ടെന്ന് ഒരാൾ മരിച്ചാൽ ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് താങ്ങാൻ കഴിയില്ല. അങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളിൽ കടബാധ്യതകൾ, വസീയത്തുകൾ, മറ്റുള്ള ഹക്കിടപാടുകളൊക്കെ പറഞ്ഞു വെക്കാനോ ഒരു പ്രതീക്ഷ ഇല്ലാതിരിക്കുന്ന സമയത്തല്ലേ സംഭവിക്കാം. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ വീഴ്ച വരാൻ സാധ്യതയുണ്ട്. അതാണ് ഈ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട്. മരണം പെട്ടെന്നാണ്, പക്ഷേ പ്രതീക്ഷിക്കാത്ത നേരത്ത് അപ്രതീക്ഷിതമായി കയറി വരുന്ന മരണം, അത് സംഭവിക്കരുതെന്ന് ദുആ അരക്കാറുണ്ടായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി. ഒന്നാമത്തെ മരണം അത്. രണ്ടാമത്തെ മരണം വമിൻ ലദ്ഗിൽ ഹയ്യ, പാമ്പിന്റെ കടിയേറ്റുകൊണ്ടുള്ള മരണം. പാമ്പ് കടിച്ച് മരിക്കുന്നതിനെ തൊട്ട് റസൂലുള്ളാഹി കാവൽ തേടുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ കാക്കണേ തമ്പുരാനെ. ഇക്കഴിഞ്ഞ ദിവസവും കൂടി ഒരു സഹോദരൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഒരാളെ, ഒരു കുട്ടിയെ പാമ്പ് കടിച്ച് ചികിത്സയിലാണെന്ന്. സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ. പാമ്പ് കടിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യവും നമ്മളായി ഉണ്ടാക്കി വെക്കല്ലേ. വീടും പരിസരവും വൃത്തിയാക്കണം. പ്രത്യേകിച്ച് ചൂടുള്ള സമയത്ത് പാമ്പിനെ കരുതണം. രാത്രി സമയങ്ങളിലൊക്കെ നടക്കുന്ന നേരത്ത് റോഡിന്റെ അരികിലൂടെ നടന്നാൽ ഇഴജന്തുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന ബോധം വേണം. തെളിച്ചവും വെളിച്ചവും ഉള്ളോടത്തേക്ക് നമ്മൾ മാറണം. എപ്പോഴും വീടും പരിസരവും വൃത്തിയാവണം. വാതിലുകൾ തുറന്നിടാൻ പാടില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേക നിർദ്ദേശമുണ്ട്. വഅഗ്ലിഖുൽ അബ്വാബ വദ്കുറു ഇസ്മല്ലാഹി ഫഇന്ന ശൈത്വാന ലാ യഫ്തഹു ബാബൻ യുദ്കറു അലൈഹി ഇസ്മുല്ലാഹ്. നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലുകളൊക്കെ മിക്കവാറും അടച്ചിട തന്നെ ചെയ്യണം. നിങ്ങൾ വാതിലടയ്ക്കുമ്പോ ബിസ്മി ചൊല്ലണേ. ബിസ്മി ചൊല്ലി അടച്ച വാതിലൊന്നും പിശാച് തുറക്കൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ശ്രദ്ധയില്ലാതിരിക്കല്ലേ. എല്ലാ കാര്യത്തിലും നമുക്കൊരു ശ്രദ്ധ വേണേ. സാന്ദർഭികമായി മഹാനായ തഴവ ചില ഹദീസുകളെ രസകരമായി കോർത്തിണക്കിയ വരികൾ ഓർത്തു പോവുകയാണ്. ചില ഹദീസുകളുടെ നിർദ്ദേശം, എന്തൊരു ഉപദേശം റസൂലുള്ളാഹി നൽകുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ മകനെ ഉപദേശിക്കും പോലെ അല്ല, ഉമ്മ മക്കളെ ഉപദേശിക്കുന്ന കൊച്ചു കൊച്ചു ഉപദേശങ്ങൾ പോലും ഉണ്ടല്ലോ, അത് ഹദീസിൽ കാണാം. ഒരു ഉമ്മ ഉപദേശിച്ച വാത്സല്യം, ഒരു വാപ്പ തന്ന സ്നേഹത്തിന്റെ ആർദ്രതയുടെ ആ പെരുമാറ്റം വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുക. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ മക്കളോട് പറഞ്ഞ പോലെ അല്ല, വാപ്പ മക്കളോട് പറഞ്ഞ പോലെ. അതിനപ്പുറം വെറുതെ ഒന്നുമല്ല. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മയിലും ഉപ്പയിലും കാണാത്തത് അങ്ങയിൽ ഞങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞത് അതാണ്. കേട്ടോളൂ. ഷൂ പോലെ ഉള്ളതിൽ കാലിടല്ലേ തീരെ, തട്ടിക്കുടഞ്ഞിട്ടാകണേ അതുപോരെ. തഴവ ഉസ്താദ് ഹദീസുകളെ ക്രോഡീകരിച്ച് പാടിയതായത്. ഷൂ പോലെയുള്ള ചെരുപ്പുകൾ ധരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആരും ശ്രദ്ധിക്കാറില്ല. ഷൂ പോലെയുള്ളതിൽ കാലിടല്ലേ തീരെ, തട്ടിക്കുടഞ്ഞിട്ടാകണേ അതുപോരെ. നീ കേട്ടോളൂ. രോമം കടിച്ചു മുറിക്കലും നന്നല്ല, വാതിൽ പടിക്കിരിക്കുന്നതും ശരിയല്ല. അത് അപകടമല്ല പറഞ്ഞത്, പക്ഷെ ഒരു ഉപദേശമാണ്. ഹദീസിന്റെ വാക്യാണത്. മുണ്ടിന്റെ കോന്തലയാൽ മുഖം തുടയ്ക്കല്ലേ, മഖ്ബറകളിൽ നിന്നിട്ട് നീ ചിരിക്കല്ലേ. ഒരു ഖബർസ്ഥാനിൽ പോയാൽ ചിരിക്കാനുള്ളതല്ല, ഒരു മഹാന സിയാറത്ത് ചെയ്താൽ പരിശുദ്ധ മഖാമിലിരുന്നു കൊണ്ട് നമുക്ക് ചിരിക്കാനുള്ളതല്ല. ഇനി കേട്ടോളൂ. കൂസിന്റെ വാലിൽ കൂടി നീ കുടിക്കല്ലേ, അതിനുള്ളിലെന്തോ കയറിയാൽ അറിയില്ലേ.
ഒരു ജഗ്ഗിലെ വെള്ളം ഇങ്ങനെ കുടിക്കാറുണ്ട് അല്ലെ? ആ ജഗ്ഗിലെ വെള്ളം അതിന്റെ വാലെന്ന് പറയാ, കൂജയുടെ വാല്, കിണ്ടിയായിരുന്നു പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. കിണ്ടി, കോളാമ്പി അങ്ങനെയുള്ള ആ പാത്രങ്ങളിൽ പെട്ടൊരു സാധനം കൂസ് എന്ന് പറഞ്ഞ കിണ്ടി. അതിന് വാലിങ്ങനെ നീണ്ടിരിക്കുന്നുണ്ട്. ആ വാലിലൂടെയാണ്, ആ നീണ്ടിരിക്കുന്ന ആ പാസേജിലൂടെയാണ് വെള്ളം ഇങ്ങോട്ട് പോരാ. അതിലൂടെ വെള്ളം നിങ്ങൾ നേരെ ഡയറക്റ്റ് വായിലൊഴിച്ച് കുടിക്കരുതെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കൂജയിൽ നിന്നും വെള്ളം കുടിക്കുമ്പോൾ ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ട് വേണം കുടിക്കാൻ. അതാണ് സുന്നത്ത്. വിരിപ്പെപ്പോഴും കുടഞ്ഞിട്ട് നീ കിടക്കേണ്ടതാ, കിടത്തം കഴിഞ്ഞാൽ ഉടനെ അതും മടക്കേണ്ടതാ. കിടക്കുന്ന പായ, കിടക്കപ്പായ അല്ലെങ്കിൽ ബെഡാകട്ടെ എന്തുമാകട്ടെ, അതിന്റെ തലയണ ഒന്ന് പൊക്കി താഴെ ഇടണം. ബെഡൊക്കെ ഒന്ന് തട്ടിക്കുടയണം. നീ എങ്ങനെ തട്ടിക്കുടയണം? അവിടെ നീ പുതയ്ക്കാൻ ഉപയോഗിക്കുന്ന പുതപ്പ് കൊണ്ടോ ബെഡ്ഷീറ്റ് കൊണ്ടോ തട്ടിക്കുടയണം, കുടഞ്ഞിടണം. കിടക്കുന്നതിന്റെ തൊട്ടുമുമ്പ് അങ്ങനെ ചെയ്യണം. അത് സുന്നത്താണ്, സുന്നത്താണ്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ബാ അഹദുകും ഇലാ ഫിറാശിഹി, നിങ്ങളിൽ ആരെങ്കിലും കിടപ്പറയിലേക്ക് ഉറങ്ങാനായി കടന്നു ചെന്നാൽ ഫലഉഫദ് ഫിറാശഹു, അവന്റെ വിരിപ്പും തലയിണയും എല്ലാം തട്ടിക്കുടഞ്ഞിട്ട് വേണം കിടക്കാൻ. തട്ടിക്കുടയാൻ മറ്റൊരു പുതപ്പോ വിരിപ്പോ കയ്യിലില്ല എങ്കിൽ ബിദാഖിലത്തി ഇസാരിഹി, നീ ഉടുത്തിരിക്കുന്ന ഉടുമുണ്ടിന്റെ കോന്തല കൊണ്ടെങ്കിലും അതൊന്ന് തട്ടിക്കുടയണം. ഫഇന്നഹു ലാ യദരി മാ ഖൽഫഹു അലൈഹി, എന്തെങ്കിലുമൊക്കെ അവിടെ വന്നിരുന്നാൽ നീ അത് അറിയുന്നതല്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ആ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ അതുപോലെ അത്രയും സൂക്ഷിക്കണം, വിരിപ്പൊക്കെ തട്ടിക്കുടഞ്ഞ്. അതുപോലെ തന്നെ ഒരു ഉപദേശമാണ്, ഉറക്കം വരാതെ ഉറങ്ങുവാൻ തുനിയല്ലേ, ഉറങ്ങുന്നതിനു കമഴ്ന്നു നീ കിടക്കല്ലേ. കമിഴ്ന്നിരുന്ന് ഉറങ്ങാത്ത നല്ല പണിയല്ല. വലഭാഗം ചെരിഞ്ഞ് വലഭാഗമിൽ കിടക്കുന്നതേറ്റം നല്ലതാ. അതുപോലെ നബിയെ ആയിഷ ബി കണ്ടതാ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലം ഭാഗം ചെരിഞ്ഞ് ഖിബലക്ക് മുഖമായി കിടക്ക, അങ്ങനെയാണ് കിടക്കേണ്ടത്. അങ്ങനെ കിടന്ന് തുടങ്ങണം. ഉറങ്ങിക്കഴിയുമ്പോൾ ഇപ്പം എങ്ങനെ കിടന്നാലും കുഴപ്പമില്ല. ഉറക്കം വന്നു കഴിഞ്ഞാൽ അവിടെ മലക്കുകൾ നമ്മുടെ നന്മയും രേഖപ്പെടുത്തുന്നില്ല. ഉറങ്ങുന്നവന് തക്ലീഫില്ലല്ലോ. ആ നിലക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, പാത്രം പിറക്കുന്നതിന് മുമ്പായി തിന്ന സ്ഥാനത്ത് നിന്നെഴുന്നേറ്റ് പോകരുതെന്ന. നമ്മളിപ്പോ ഒരു ഭക്ഷണം കഴിക്കുന്നിടത്തുനിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ ആ പാത്രം എടുത്ത് മാറ്റാതെ നമ്മൾ അവിടെ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ തിന്ന പാത്രം നീക്കി വെക്കാതെ എഴുന്നേറ്റ് പോകാൻ പാടില്ല. അതൊരു ഐശ്വര്യക്കേടാണ്. തിന്ന പാത്രം അല്പം കൊണ്ട് നീക്കി വെക്കാതെ എഴുന്നേറ്റ് പോകാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഭർത്താക്കന്മാരൊക്കെ മക്കളൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യ വന്നാൽ തിന്ന പാത്രം എടുത്ത് മാറ്റാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പൂർണ്ണമായ സുന്നത്ത്. അതുപോലെ നോക്കിക്കോളൂ, വായി കഴുകണേ കുടിച്ചാൽ ഉടനെ പാല്, കൈ കഴുകണേ പെരുമാറിയാൽ നീ ചൂലെടുത്ത് വീടടിച്ച് അടിച്ചു വാരിയാൽ വേഗം പോയി. എത്ര നല്ല ചൂലാണെങ്കിലും കൈ കഴുകൽ സുന്നത്താണ്. പാല് കുടിച്ച ആള് വായ കഴുകണമെന്ന് നല്ല ശീലമാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നല്ല ശീലം എന്നാണ്. ഇതൊക്കെ മഹാന്മാര് ഹദീസിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രോത്സാഹനമോ മൗന സമ്മതമോ ഒക്കെ ഇതിലുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊരു വൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, സൂക്ഷ്മതയാണ്. നീ രാത്രിയിൽ കണ്ണാടി നോക്കരുതെന്ന കോങ്കണ്ണനായി തീരുന്നതും ശരി തന്നെ. ആ വിഷയത്തിൽ പല അയിമ്മത്തും പറഞ്ഞിട്ടുണ്ട്. രാത്രി കണ്ണാടി നോക്കലത്ര. ഇപ്പൊ ഒരു വാഹനം ഓടിക്കുന്ന ആള് കണ്ണാടി നോക്കലല്ല ഈ പറഞ്ഞത്. സൗന്ദര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന കണ്ണാടി നോക്കല്. ഇപ്പൊ ഒരു വാഹനം ഓടിക്കുന്ന ആൾക്ക് എന്തായാലും മിറർ സപ്പോർട്ട് നിർബന്ധ, അതല്ല പറഞ്ഞത്. ഏതായാലും ഹബീബായ നബി തങ്ങൾ അള്ളാഹുവോട് 7 തരത്തിലുള്ള മരണങ്ങളെ തൊട്ട് കാവൽ തേടിയിട്ടുണ്ട്. ഒന്നാമത്തെ മരണം അപ്രതീക്ഷിത സമയത്ത് സംഭവിക്കുന്ന പെട്ടെന്നുള്ള മരണം. രണ്ടാമത്തേത് പാമ്പ് കടിയുടെ മരണം. മൂന്നാമത്തേത് വമിൻ അക്ലി സബുഇ,
വന്യമൃഗങ്ങൾ ആക്രമിച്ചുകൊണ്ടുള്ള മരണം, തെരുവ് നായ്ക്കളുടെ കടിച്ചു കീറലിൽ സംഭവിക്കുന്ന മരണം, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ വലിയ വലിയ മൃഗങ്ങളുണ്ട്, ഹിംസ്ര ജന്തുക്കളുടെ മരണം, കടുവ, പുലി, അതുപോലെ തന്നെ കടുവ, പുലി പോലെയുള്ള, സിംഹം പോലെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഉണ്ടാകുന്ന മരണം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ ഹബീബ് കാവൽ തേടിയ 4ാമത്തെ മരണം വമിനൽ മുഗ്റഖി, വെള്ളപ്പൊക്കത്തിൽ സംഭവിച്ച് വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരിച്ചിട്ടുള്ള മരണം. വെള്ളപ്പൊക്കം വേണമെന്നില്ല, കുളത്തിൽ പോയി മുങ്ങി മരിച്ചാലും മതി, വെള്ളത്തിൽ മുങ്ങി മരിക്കാം. ആ മരണം റസൂലുള്ളാഹി കാവൽ തേടിയതാണ്. ഇതൊക്കെ നമ്മളും കാവൽ തേടണം. വമിനൽ ഹർഖി, പൊള്ളലേറ്റ് മരിക്കുക, തീ പൊള്ളലിലുണ്ടാകുന്ന സ്ഫോടനത്തിന്റെ മരണം, വെടിയുണ്ടയേറ്റുണ്ടാകുന്ന മരണം റസൂലുള്ളാഹി കാവൽ തേടിയതാണ്. വമിൻ അൻ യഖറ അലാ ശൈഇൻ ഔ യുഖറ അലൈഹി ശൈഉൻ, എന്തെങ്കിലും സാധനം നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് ഇടിക്കുകയോ, നമ്മൾ എന്തെങ്കിലും സാധനത്തിലേക്ക് അങ്ങോട്ട് ചെന്ന് ഇടിക്കുകയോ ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ശിരസിലേക്കോ ശരീരത്തിലേക്കോ എന്തെങ്കിലും ഭാരമുള്ള സാധനം വന്ന് വീഴുകയോ, വെള്ള ഭാഗത്ത് നമ്മൾ വഴുതി അങ്ങോട്ട് വീഴുകയോ ചെയ്തുണ്ടാകുന്ന ആക്സിഡന്റ് മരണം ഹബീബ് കാവൽ തേടിയതാണ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 7ാമത് റസൂലുള്ളാഹി കാവൽ തേടിയ മരണം വമിനൽ ഖത്ലി ഇൻദ ഫിറാർ സഹഫി, ആണത്വം നഷ്ടപ്പെട്ട് യുദ്ധക്കളത്തിൽ തിരിഞ്ഞോടുന്ന സന്ദർഭത്തിൽ പുറകേന്ന് വന്ന് വെട്ടുകൊണ്ട് മരിക്കേണ്ട മരണം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഭീരുവായി മരിക്കുന്ന മരണങ്ങൾ റസൂലുള്ളാഹി കാവൽ തേടിയതാ. ഈ ഹദീസ് കുറച്ച് വിശദീകരിച്ചു പോയതുകൊണ്ട് 7 തരം മരണം ഒന്നുകൂടി ഞാൻ പെട്ടെന്ന് പറയാം. എന്തിനാണ് ഈ 7 തരം മരണത്തിന്റെ കാര്യം പറയാൻ കാരണം? ഈ 7 തരം മരണങ്ങളും ഒരു തരത്തിലുള്ള അപകടങ്ങളാണ്, ഓരോ വ്യത്യസ്ത അപകടങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ കൺമുന്നിൽ കാണപ്പെടുന്ന അപകട മരണങ്ങളിൽ ഈ പറയുന്ന 7 കാര്യങ്ങളും ഉൾപ്പെട്ടു വരാറുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു പത്രം വായിച്ചാൽ പോലും ചർമ്മകോളത്തിൽ ഈ കാരണങ്ങളൊക്കെയാണ് കാണാനുള്ളത്. കുഴഞ്ഞു വീണ് മരിച്ചു, പാമ്പ് കടിയേറ്റ് മരിച്ചു, അല്ലെങ്കിൽ കാട്ടാന ചവിട്ടിക്കൂട്ടി മരിച്ചു, അതുപോലെ തന്നെ കുളത്തിൽ മുങ്ങി മരിച്ചു, പുഴയിൽ മുങ്ങി മരിച്ചു, പൊള്ളലേറ്റ് മരിച്ചു, അതുപോലെ അപകട മരണം, അതൊക്കെ തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. അല്ലെങ്കിൽ കുത്തിക്കൊന്നു, വെട്ടിക്കൊന്നു, ഇതൊക്കെ തന്നെയാണ് പറയുന്നത് ആ 7 മരണങ്ങൾ. അപ്പൊ ഈ 7 തരത്തിലുള്ള മരണങ്ങളെ തൊട്ട് നമ്മൾ കാവൽ തേടണം. ഒന്നാമത്തേത് അപ്രതീക്ഷിത മരണം, പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുക, അറ്റാക്ക് വന്ന് മരിക്കുക, അങ്ങനെയുള്ള മരണം. 2ാമത്തേത് പാമ്പ് കടിയുടെ മരണം. 3ാമത്തേത് വന്യജീവി ആക്രമിച്ച് മരിക്കുക. 4ാമത്തേത് മുങ്ങി മരിക്കുക. 5ാമത്തേത് കത്തി മരിക്കുക എന്ന് വെച്ചാൽ പൊള്ളലേറ്റ് മരിക്കുക. 6ാമത്തേത് ആക്സിഡന്റ് മരണങ്ങൾ, വല്ലതിലേക്കോ അങ്ങോട്ട് ചെന്ന് ഇടിച്ചു വീഴുകയോ, അല്ലെങ്കിൽ വല്ലതും വന്ന് ഇങ്ങോട്ട് ഇടിച്ചു വീഴുകയോ, അല്ലെങ്കിൽ ശരീരത്തിലേക്കോ എന്തെങ്കിലും ഭാരമുള്ള സാധനം വീഴുകയോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ തലതല്ലി വീഴുകയോ ചെയ്ത് മരിക്കുക. അത് റസൂലുള്ളാഹി കാവൽ തേടിയത് 6 7ാമത്തേത് യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടേണ്ട ഒരു ഗതികേട് വന്നു, അങ്ങനെ ഭീരുവായി നാണം കെട്ട് തിരിഞ്ഞോടിയ സമയത്തായിരിക്കും പുറകീന്ന് വന്ന് വെട്ടി മരിക്കുക. ആ 7ാമത്തെ മരണം. ഇങ്ങനെ 7 മരണങ്ങൾ റസൂലുള്ളാഹി കാവൽ തേടിയതാണ്. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഈ ഹദീസ് നമുക്ക് കാണാം, ഇമാം തൊബറാനിയുടെ മുഅ്ജമിലും ഈ ഹദീസ് കാണാം. അപ്പൊ നമ്മൾ ഈ കാവൽ തേടണം, ദുആ ഇറക്കണം എന്ന് പറഞ്ഞല്ലോ. ഹബീബായ നബി തങ്ങളും കാവൽ തേടിയിട്ടുണ്ട്. അപ്പൊ ഈ പറയപ്പെട്ട 7 മരണങ്ങളെ തൊട്ട് നമ്മൾ അള്ളാഹുവോട് കാവൽ തേടുക എന്നതൊരു സുന്നത്തായ ദുആയാണ്. കാരണം റസൂലുള്ളാഹി കാവൽ തേടിയിട്ടുണ്ട്. ഈ ദുആ നമ്മൾ എപ്പോഴും നടത്തിയാൽ ഇത്തരം അപകട മരണങ്ങൾ നമുക്ക് ജീവിതത്തിൽ അള്ളാഹു മാറ്റി നിർത്തും. ഹബീബിന്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, നമ്മളിങ്ങനെ കരുതി, മരണത്തെ ഭയന്ന് അല്ലെങ്കിൽ കരുതി ഒക്കെ നമ്മൾ ജീവിക്കുന്നുണ്ട്. ഇവിടെ സാന്ദർഭികമായി പറയാം, നമുക്കൊരു വിഷയം പിന്നീട് സംസാരിക്കാനുള്ളതുണ്ട്. വാഹനവും യാത്രയും എന്ന് പറഞ്ഞൊരു വിഷയം ഒരു 2 മണിക്കൂറോളമെങ്കിലും സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം അത്രയും പറയാനുണ്ട്. ആ വിഷയം ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമുക്ക് ഈ യാത്രയിൽ നമുക്ക് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നാൽ അതിന്റെ കൂടെ ഞാൻ പറയാം, നമ്മുടെ യാത്രാ നിയമങ്ങളെ, മോട്ടോർ വെഹിക്കിൾ സംബന്ധമായിട്ടുള്ള യാത്രയുടെ രാജ്യ നിയമങ്ങളെയും സിഗ്നൽ നിയമങ്ങളെയും റോഡ് നിയമങ്ങളെയും വാഹന നിയമങ്ങളെയും ഒക്കെ നമ്മൾ മാനിക്കണം. അത് ദീനാണ്. ചില സ്ഥലങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും 40 കിലോമീറ്ററിന്റെ മുകളിൽ വാഹനം ഓടിക്കരുത്, അപകട സാധ്യത മേഖലയാണ്. അവിടെ 40 കിലോമീറ്ററിന്റെ മുകളിൽ ഓടിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ മതവും പറയുന്നത്. അത് ദീനാണ്. ഹെൽമെറ്റ് വെക്കണം എന്ന് പറയുന്നു, അത് നിങ്ങളുടെ സുരക്ഷയ്ക്കാണ്. ശ്രദ്ധ മരിക്കുമ്പോൾ അപകടം ജനിക്കുന്നു എന്ന് പലയിടങ്ങളിലും എഴുതി വെക്കുന്നു. ഹെൽമെറ്റ് വെക്കുക എന്നുള്ളത് ദീനാണ്.
കാരണം ഇത് ദീനിന് വിരോധമില്ലാത്ത കാര്യം. യാത്രയുടെ സർവ്വ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്നത് നമുക്ക് നമ്മുടെ ശരീരത്തോടുള്ള ബാധ്യതയായി അള്ളാന്റെ ദീൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഹെൽമെറ്റ് വെക്കണം. ഏതൊരു വാഹനത്തിനും സ്പീഡ് ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട്. ആ സ്പീഡ് ലിമിറ്റേഷന്റെ മുകളിൽ ഓവർ സ്പീഡിൽ വാഹനം ഓടിക്കുക എന്നതിന് ഫൈൻ നമ്മുടെ രാജ്യത്ത് ഉണ്ട് എങ്കിൽ ആ ഓവർ സ്പീഡ് ലിമിറ്റേഷൻ വിട്ട് വാഹനത്തിന്റെ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക്, മിക്കവാറും ടൂ വീലറിന്റെ ഒക്കെ അലൗഡ് ആയിട്ടുള്ള സ്പീഡിന്റെ അവിടെ ഒരു പച്ച അടയാളം കാണാം. പച്ച വിട്ട് അപ്പുറത്തേക്ക് റെഡ് കാണാം. പച്ച വിട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് ആ വാഹനത്തിന്റെ കപ്പാസിറ്റി. അത് നമ്മൾ മാനിക്കൽ നിർബന്ധമാണ്. അത് ശറഅാണ്, അത് ദീനാണ്. ഇങ്ങനെ പലതും. ഹെൽമെറ്റ് വെക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഹെൽമെറ്റ് വെക്കുമ്പോൾ ഏതൊരു മനുഷ്യനും ഉയരമുള്ള ഭാഗത്ത് നിന്ന് താഴേക്ക് വീണാൽ ആദ്യം അവൻ ഈ ഷോളർ കുത്തി തലയാണ് നിലത്തിട്ട് ചെയ്യുക. ആദ്യം ഷോളർ കുത്തിയ ഷോളർ കുത്തി കഴിഞ്ഞാൽ ആദ്യം തലയാണ് നിലത്തടിക്കുക. അങ്ങനെ വരുന്നോടത്ത് ISI മാർക്കുള്ള നല്ല ഹെൽമെറ്റുകളാണെങ്കിൽ ആ മനുഷ്യന് ഒരു പരിധിവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. മാത്രവുമല്ല, ഷോളർ കുത്തി വീഴാൻ സാധ്യത ഉള്ളത് കൊണ്ട് മിക്കവാറും ഈ ഭാഗത്തിന് അത്യാവശ്യം വെയിറ്റ് ഒക്കെ താങ്ങാൻ കഴിയുന്നത് കൊണ്ട് എല്ലിന് വരുന്ന ആ പൊട്ടലുകൾക്കപ്പുറത്തേക്ക് നമുക്കൊരു പരിധിവരെ പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയുന്നു. ഇനി മറ്റൊരു കാര്യം, വാഹനത്തിന്റെ സ്പീഡ് ലിമിറ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ ദീൻ പറയുന്ന നിയമം പോലെ തന്നെ നമ്മൾ മാനിക്കൽ നിർബന്ധമാണ്. ഇനി ഞാനൊരു ഹദീസ് പറയാം. നമ്മുടെ ചില ചെറുപ്പക്കാര് ഇപ്പൊ പുതിയ വ്ളോഗുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വാഹനത്തിന്റെ സ്പീഡ് മീറ്ററിനോട് ക്യാമറ ഘടിപ്പിച്ച്, ഈ അടുത്ത ദിവസം കൂടി എറണാകുളം ഭാഗത്തുണ്ടായതാണല്ലോ, വാഹനത്തിന്റെ സ്പീഡ് ക്യാമറയിൽ നിന്ന് കിട്ടിയതനുസരിച്ച് 100ന്റെ ഒക്കെ മുകളിൽ 140 120 എത്രയായിരുന്നു. അത്രയും സ്പീഡിൽ പോയൊരു വാഹനം നിയന്ത്രണം വിട്ട് ഒരു പൊന്നുമോൻ ചെന്ന് തല്ലിയലിച്ച് വീണ് അവൻ സ്പോട്ടിൽ മരിക്കാണ്ടായത്. അങ്ങനെയുള്ള മരണങ്ങൾ നമ്മൾ ചോദിച്ചു വാങ്ങുന്ന മരണങ്ങളാ. അപ്പോ അങ്ങനെ ഒരു പുതിയ ട്രെൻഡായി ഈ ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു കാലാണ്. പ്രത്യേകിച്ച് യൗവനങ്ങള് ട്രിപ്പ് പോവലാണ്. ട്രിപ്പൊക്കെ പോകുന്നതൊക്കെ നല്ലതൊക്കെ തന്നെയാണ്. പക്ഷെ അതിനൊരു നിയന്ത്രണവും ഒരു പക്വതയും ഉണ്ടാവണം എന്നുള്ളതാണ്. ഒരുപാട് ഉറക്കം നിന്നിട്ട് വണ്ടി ഓടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും സൂക്ഷിക്കണം. ഇതൊക്കെ ദീൻ പറയുന്നതാണ്. നിനക്ക് നിന്റെ ശരീരത്തോട് ഹക്ക് ഉണ്ട് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ്, അത് നമ്മുടെ യാത്രയുടെ സുരക്ഷിതത്വം മോട്ടോർ നിയമപ്രകാരമോ അല്ലെങ്കിൽ രാജ്യ നിയമപ്രകാരമോ നമ്മോട് നിഷ്കർഷിക്കുന്നുവെങ്കിൽ അത് തന്നെയാണ് മതവും പറയുന്നത്. മതം സുതാര്യമാണ്, നമ്മുടെ ശറഅ് അത്ര ലളിതമാണ്. ഇനി കേട്ടോളൂ, ഇതിനൊക്കെ ഉപോത്ബലകമായ ഒരു ഹദീസാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നാം ഉണ്ടാക്കിയെടുക്കുന്ന മരണങ്ങളുണ്ട്. നാം കാരണം, നമ്മുടെ അശ്രദ്ധ കാരണം, നമ്മൾ നിയമം പാലിക്കാത്തത് മുഖേന ഉണ്ടാക്കിയെടുക്കുന്ന മരണങ്ങൾ കൊണ്ട് ശഫാഅത്ത് നഷ്ടപ്പെടുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ പറയല്ലാട്ടോ, ഹദീസ് ഞാൻ പറഞ്ഞു തരാം. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം ഹദീസ്. നേരത്തെ പറഞ്ഞു 7 തരത്തിലുള്ള മരണങ്ങളെ തൊട്ട് റസൂലുള്ളാഹി കാവൽ തേടി. നമ്മളും പ്രാർത്ഥനയിലൂടെ ആ 7 തരത്തിലുള്ള മരണങ്ങളെ തൊട്ട് കാവൽ തേടിക്കൊണ്ടിരിക്കണം എന്നാ പറഞ്ഞത്. ആ 7 തരത്തിലെ മരണത്തിൽ അതിപ്രധാന മരണമാണ് വാഹനാപകടങ്ങൾ, മറ്റുള്ള അപകടങ്ങളാൽ ഉണ്ടാകുന്ന മരണങ്ങൾ. ഇനി കേട്ടോളൂ, ഹബീബായ നബി തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബിജിദാരിൻ ഔ ഹായിതിൻ മായിൽ. ഒരിക്കൽ സ്വഹാബികളുമായി ഹബീബായ നബി തങ്ങൾ നടന്നു പോകുമ്പോൾ, പോകുന്ന ചെറിയ വഴിയിൽ, വീതി കുറഞ്ഞ വഴിയിൽ ഒരു മതിൽ റോഡിലേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നു. ഇപ്പൊ വീഴുമെന്ന അവസ്ഥയില്, ഹബീബിന്റെ കാലഘട്ടത്തിൽ പഴക്കം ചെന്ന ഒരു മതില് ഇപ്പൊ വീഴുമെന്ന അവസ്ഥയിൽ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു. അതിനോട് ചേർന്ന് കൊണ്ടുള്ള കുഞ്ഞു വഴിയിലൂടെ, ചെറിയ വഴിയിലൂടെ റസൂലുള്ളാഹി നടക്കുന്നു, സ്വഹാബികൾ നടക്കുന്നു. ആരാ മുന്നിൽ പോവാ? ഹബീബല്ലേ മുന്നിൽ പോവാ. ചാഞ്ഞു നിൽക്കുന്ന മതിലിന്റെ സമീപമെത്തിയപ്പോൾ അവിടെ വെച്ച് റസൂലുള്ളാഹി ഒറ്റപ്പോക്ക് അങ്ങ് പോയി, വേഗത്തിൽ നടന്നു. ആ ഭാഗം വേഗം കവർ ചെയ്തപ്പുറ കടന്നു. ആ ചാഞ്ഞു നിൽക്കുന്ന മതിലിനും അവിടെയുള്ള പുല്ലിനും പുഷ്പത്തിനും കല്ലിനും മരത്തിനും മരക്കുറ്റിക്കും ഒക്കെ അറിയാം ഇത് റഹ്മത്തുൽ ആലമീനാണ് എന്ന്. ഹബീബായ നബി തങ്ങൾക്ക് വേണ്ടിയിട്ട് മേഘം തണലിട്ടതാണ്. മേഘത്തിനും അറിയാം, ചാഞ്ഞു നിൽക്കുന്ന മതിലിനറിയാം ഇത് അള്ളാഹുവിന്റെ റസൂലാണെന്നറിയാം, വീഴരുതെന്നറിയാം. എന്നാലും ഹബീബ് അവിടെ എത്തിയപ്പോൾ മാതൃകായോഗ്യമായ ഒരു നിലപാട്,
വേഗത്തിൽ നടന്ന് എത്രയും പെട്ടെന്ന് അപ്പുറം കടന്നു. സ്വഹാബത്തിന് അത്ഭുതമായി. ഫഖീല ലഹു, ഒരു സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ മതിലിന്റെ സമീപം എത്തിയപ്പോ ഇങ്ങനെ പെട്ടെന്ന് ഓടിയത്? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു? അങ്ങ് റഹ്മത്തുൽ ആലമീൻ അള്ളാന്റെ റസൂലാന്ന് മതിലിനറിയാലോ, പിന്നെന്തിനാണ് അങ്ങ് വേഗതയിൽ നടന്നത്? ഹബീബ് പറഞ്ഞു, ഇന്നി അക്റഹു മൗതൽ ഫവാത്, കരുതിക്കൂട്ടി അശ്രദ്ധ മൂലം ഉണ്ടാക്കിയെടുക്കുന്ന മരണങ്ങൾ, അശ്രദ്ധയിൽ നമ്മുടെ പാകപ്പിഴവ് കൊണ്ട്, നമ്മുടെ കുട്ടിക്കളി കൊണ്ട് ഉണ്ടാകുന്ന, നമ്മുടെ വിനോദലാഘവത്തിൽ ജീവിതം പണയം വെച്ചുകൊണ്ട് കാണിക്കുന്ന അഭ്യാസ മരണങ്ങൾ ഉണ്ടല്ലോ, ആ മരണങ്ങളെ എനിക്ക് വെറുപ്പാണ്. അങ്ങനത്തെ മരണങ്ങൾ റസൂലുള്ളാഹിക്ക് വെറുപ്പാണെന്ന് പറഞ്ഞാൽ, അങ്ങനെ മരിച്ചു പോകുന്നവർക്ക് റസൂലുള്ളാഹിയുടെ പൊരുത്തമില്ലാത്ത മരണമാണ് ഉണ്ടായിട്ടുള്ളത്. റസൂലുള്ളാഹിയുടെ പൊരുത്തമില്ലാതെ മരിക്കുന്നവന് ഹബീബിനെ കാണാൻ കഴിയോ മരണനേരത്ത്? റസൂലുള്ളാഹിയുടെ പൊരുത്തമില്ലാതെ മരിക്കുന്നവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുമോ മരണനേരത്ത്? റസൂലുള്ളാഹിയുടെ പൊരുത്തമില്ലാതെ മരിച്ചു പോകുന്നവൻ ആ ശഫാഅത്ത് കിട്ടി സ്വർഗത്തിൽ പോകുമെന്ന് പറയാൻ പറ്റുമോ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വാഹനത്തിലെ അശ്രദ്ധ മൂലം അള്ളാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടമില്ലാതെ പോവാ. അള്ളാന്റെ റസൂലിന്റെ ഇഷ്ടമല്ലെങ്കിൽ അള്ളാന്റെ ഇഷ്ടമില്ല. ഖിബലത്തൻ തർലാഹ് എന്നാ പറഞ്ഞത്. അങ്ങേക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ഖിബലയെ അള്ളാ മാറ്റിയിരിക്കുന്നത് എന്നാ പറഞ്ഞത്. അള്ളാന്റെ റസൂലിന്റെ ഇഷ്ടമാണ് അള്ളാന്റെ ഇഷ്ടം എന്ന രീതിയിലാ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. അങ്ങയുടെ മുഖത്തെ അങ്ങ് ഇഷ്ടപ്പെടുന്ന ആ ഖിബലയുടെ ഭാഗത്തേക്ക് തിരിക്കണം. അതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അപ്പൊ റസൂലുള്ളാഹിയുടെ ഇഷ്ടം സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പരിഗണിക്കുന്നു എങ്കിൽ ഇത്തരം മരണങ്ങൾ കരുതിക്കൂട്ടി, അങ്ങനെയൊക്കെ അബദ്ധങ്ങൾ കരുതിക്കൂട്ടി വെക്കരുത്. ഒരു സാധ്യത ഉണ്ട് എങ്കിൽ നമ്മൾ ചിലരുണ്ട് പാമ്പിനെ കാണുമ്പോൾ വലിയ അഭ്യാസം കാണിക്കുന്നവര്, അവർ വലിയ പാമ്പ് പിടുത്തക്കാരായിരിക്കും. ഒരു പാമ്പിനെയൊക്കെ കൊല്ലാൻ പോകുന്ന ആൾ അറ്റ്ലീസ്റ്റ് അഊദു ബി കലിമാത്തില്ലാഹി താമ്മത്തി മിൻ ശർരി മാ ഖലഖ് എന്ന ദിക്ർ 3 പ്രാവശ്യം ചൊല്ലണം. ഇത് ഹദീസാണ്. തേളിന്റെ കടി കൊണ്ടുവന്ന സ്വഹാബിയോട് റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നലെ ആ ദിക്ർ ചൊല്ലിയിരുന്നുവെങ്കിൽ നിന്നെ തേള് കടിക്കുമായിരുന്നില്ല. ഏത് ദിക്ർ? അഊദു ബി കലിമാത്തില്ലാഹി താമ്മത്തി മിൻ ശർരി മാ ഖലഖ്. ആ ദിക്ർ 3 പ്രാവശ്യം ചൊല്ലാം. മിഷ്കാത്തിൽ ഖതീബ് തിബ്രിസി ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അത്രത്തോളം നമ്മളൊക്കെ കുറെയൊക്കെ ശ്രദ്ധിക്കണം. അപകടങ്ങൾ എമ്പാടുമുണ്ട്. അപകടങ്ങളെ വരുത്തി വെക്കരുത്. സീറ്റ് ബെൽറ്റ് ഇടണം, ഹെൽമെറ്റ് വെക്കണം, യാത്രയുടെ അദബുകൾ പാലിക്കണം. നീ കേട്ടോളൂ. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു വാഹനയാത്രയെ കുറിച്ച് നമ്മുടെ മുന്നിൽ പറയുന്നുണ്ട്. ഞാൻ വേഗം പറയാം. ആ വാഹനം ഏതാ? ഖുർആൻ പരിചയപ്പെടുത്തിയ വാഹനം മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പല്. അത് ചെറിയ വാഹനമല്ല, ആ സംഭവം ചെറുതുമല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأوحينا إليه أن اصنع الفلك بأعيننا ووحينا فإذا جاء أمرنا وفارت النون فاسلك فيها من كل زوجين اثنين. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. സൂറത്തുൽ മുഅ്മിനൂന്റെ 27-ാമത്തെ ആയത്താണ് ഇപ്പൊ നമ്മൾ ഓതിയത്. അള്ളാഹു നൂഹ് നബിയോട് പറഞ്ഞു, അള്ളാഹുവിന്റെ മേൽനോട്ടത്തിൽ പടച്ചോന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് ഒരു കപ്പലുണ്ടാക്കണം എന്ന് പറഞ്ഞു. ആയത്ത് തുടങ്ങുന്നതാണ്. അള്ളാഹു വഹി അറിയിച്ചു. വഹി വരുന്നതനുസരിച്ച് റബ്ബിന്റെ മേൽനോട്ടമുണ്ട്, ഒരു കപ്പൽ നിർമ്മിക്കണം. അള്ളാന്റെ മേൽനോട്ടത്തിലായി വഹിയിന്റെ അകമ്പടിയിൽ മാത്രം പ്ലാൻ ചെയ്തുണ്ടാക്കിയ കപ്പൽ. അപ്പൊ അത്രത്തോളം കബൂലിയത്തുള്ളൊരു വാഹനമാണ് അത്. നമ്മുടെ വാഹനം കബൂലിയത്തുള്ളതാവണം. കണ്ണി കണ്ട പാവയും പട്ടിക്കുട്ടിയും സിംഹവും രൂപങ്ങളും കോലങ്ങളും ഒക്കെ ഉണ്ടാവും വാഹനത്തിൽ. അതൊന്നും പാടില്ല വാഹനത്തില്. അതുപോലെ തന്നെ സിനിമ കണ്ട് യാത്ര ചെയ്യുക, എവിടെയെങ്കിലും ചെന്ന് കയറി വല്ലതും സംഭവിച്ചു പോയ ആഖിബത്ത് മോശമായില്ലേ? ഒന്നുമൊക്കെ എടുത്ത യാത്രയുണ്ട്. കാരണം യാത്ര എന്ന് പറഞ്ഞാൽ ഏത് സമയവും എന്തും സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കേട്ടോളൂ. فإذا جاء أمرنا وفارت النور فاسلك فيها من كل زوجين اثنين
സന്ദർഭം വരുമ്പോൾ ഈ വാഹനത്തെ യാത്രയ്ക്കായി ഉപയോഗിക്കണം, അതുവരെ കാത്തിരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞു. ഈ വാഹനം ചരിത്രത്തിൽ ചർച്ചയാണ്. അത്രമാത്രം ആത്മീയ സുരക്ഷിതത്വവും റബ്ബിന്റെ മേൽനോട്ടവുമുള്ള ഒരു വാഹനത്തെ ഖുർആൻ ചർച്ചയാക്കുകയാണ്. ഈ കേട്ടോട്ട് ആ വാഹനത്തിനെ കുറിച്ച് പ്രത്യേകതകൾ ഞാൻ പറയാം. ഈ വാഹനത്തിന്റെ നിർമ്മാണവും മേൽനോട്ടവും സംരക്ഷണവും അള്ളാഹുവിന്റെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം ആയിരുന്നു എന്നുള്ളത് ഈ ആയത്ത് നമ്മുടെ മുന്നിൽ പറയുന്നുണ്ട്. എന്നിട്ടും ആ യാത്ര ഭീതി നിർഭരമായിരുന്നു എന്നുള്ളതാണ്. ആ വാഹനത്തിലുള്ള യാത്ര പേടിയുള്ള യാത്രയായിരുന്നു. മറ്റിതര വാഹനങ്ങളെ പോലെ ആ വാഹനം, അതായത് നൂഹ് നബിയുടെ കപ്പല്, മാതൃകാപരമായ ചില പ്രത്യേകമായ കരുതലുകളൊക്കെ നടത്തിയിരുന്നു. ആ കപ്പലിനൊരു പ്രത്യേക തിരിച്ചറിവുണ്ടായിരുന്നു. നമ്മുടെ കാറ് പോലെയോ ടൂ വീലർ പോലെയോ ഒന്നുമല്ല ആ കപ്പലിന്റെ തിരിച്ചറിവ് എന്ന് പറയുന്നത്. ആ കപ്പലിനൊരു പ്രത്യേകമായ തിരിച്ചറിവ്, ഒരു കറാമത്ത് അല്ലെങ്കിൽ ഒരു മുഅ്ജിസത്ത് എന്ന പോലെ യാത്രയുടെ സംരക്ഷണത്തിന് വേണ്ടി ഇത് സ്വമേധയാ എത്തിച്ചേർന്നത്. ജലപ്രളയം എന്ന് പറഞ്ഞാൽ മൗജുൻ കൽ ജിബാൽ എന്ന ഖുർആൻ പറഞ്ഞത് പർവ്വതത്തിന്റെ വലിപ്പമുള്ള, ആനമുടിയുടെയും എവറസ്റ്റിന്റെയും ഒക്കെ ഹൈറ്റിൽ പൊങ്ങി നിലത്ത് കുത്തി തെറിപ്പിച്ച് സംഹാരതാണ്ഡവമാടിയ വലിപ്പമുള്ള തിരമാലകളുടെ ഇടയിലാണ് ഈ കപ്പലിന്റെ യാത്ര. അത്രയും വലിയ പ്രതികൂലമായ അവസ്ഥയിലൂടെ യാത്ര ചെയ്ത ഈ കപ്പല് ഒരു വിവേകമുള്ള വാഹനമായിരുന്നു. സ്വന്തമായൊരു വിവേകമുണ്ടായിരുന്നു. ജലോപരിതലം, അന്ന് കരയും കടലും ഒന്നായ സമയമാണിത്. ആ സമയത്ത് ഈ കപ്പല് എത്തിച്ചേർന്നത് ജലോപരിതലത്തിൽ നിന്ന് താഴേക്ക് നേരെ നോക്കിയാൽ കഅബ കാണാവുന്ന കഅബയുടെ മതാഫിന്റെ മുകളിലാണ് ഈ കപ്പല് നിന്ന് വട്ടം കറങ്ങിയത്. മാസങ്ങളോളം അങ്ങനെ ഉണ്ടായിരുന്നു, ആഴ്ചകളോളം ഉണ്ടായിരുന്നു. പ്രളയത്തിന്റെ പ്രഭവ കേന്ദ്രം ഇന്ത്യയിൽ നിന്നാണെന്ന് വരെ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഏതായാലും അത് സംബന്ധമായിട്ടുള്ള ചില ഉദ്ധരണികൾ വായിക്കാം. ഒരു വാഹന അപകടത്തെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മുടെ ഈ വിഷയത്തിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, എല്ലാ വാഹന അപകടങ്ങളെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇമാം ഹാക്കിമിന്റെ മുസ്തദ്റക്കിലാണ് ഈ ഹദീസ് കാണുന്നത്. അൻ ഇക്രിമാ റളിയല്ലാഹു അൻഹു അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല കാന ബൈന ദഅവത്തി നൂഹ് വബൈന ഹലാകി ഖൗമിഹി 300 സന. നൂഹ് നബി അല്ലാഹുവോട് ജനതയെ നശിപ്പിക്കണേ എന്ന് ദുആ എന്നിട്ട് 300 കൊല്ലം കഴിഞ്ഞിട്ടാണ് ദുആ നടപ്പാകുന്നത്. മഹാനായ നൂഹ് നബിയോട് അല്ലാഹു പറഞ്ഞു, നൂഹ് നബിയെ അങ്ങ് ഒരു തേക്ക് മരത്തെ നട്ട് വളർത്തി വലുതായി 100 വർഷം അതിന് വെള്ളവും വളവും ചെയ്യണം. അങ്ങനെ തേക്കിനെ സംരക്ഷിച്ചു. 100 കൊല്ലം മഹാനവറുകൾ ഒരു തേക്ക് വളർത്തി. എന്നിട്ടോ മഹാനവറുകൾ 100 കൊല്ലം കഴിഞ്ഞ് അത് അള്ളാഹു മുറിക്കാൻ പറഞ്ഞു. മുറിച്ചു. അതിന്റെ പലക വെട്ടിയെടുത്ത് അതിന് കൊത്തുപണിയൊക്കെ നടത്തി ഒരു 98 വർഷം അല്ലെങ്കിൽ 96 വർഷം പിന്നെയും ആ കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലകകളും മറ്റുമൊക്കെ ശേഖരിച്ച് മഹാനവറുകൾ ഈ മരം ആ രൂപത്തിൽ പാകപ്പെടുത്തിയെടുത്തു. വക്കാന ഖദ് ഫാറത്തൻ നൂർ ബിൽ ഹിന്ദി. ഈ കപ്പൽ ആ കാലഘട്ടത്തിലെ ജലപ്രളയത്തിന്റെ ഉറവ, അതിന്റെ ഉത്ഭവ കേന്ദ്രം ഇന്ത്യയായിരുന്നു. ഹാക്കിമിന്റെ മുസ്തദ്റക്കിൽ ഹദീസ് കാണാട്ടോ. മാത്രമല്ല ഈ കപ്പൽ ആ സമയത്ത് വതാഫത്ത് സഫീനത്തു നൂഹിൻ ബിൽ കഅബത്തി ഉസ്ബുഅൻ, ആഴ്ചകളോളം പരിശുദ്ധമായ കഅബയുടെ നേരെ മുകളിൽ ജലോപരിതലത്തിൽ ആഴ്ചകളോളം ഈ കപ്പൽ സ്വമേധയാ തവാഫ് ചെയ്തുകൊണ്ടിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ സ്വഹാബികളാണ് ഇത് പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല ഇന്ന സഫീനത നൂഹിൻ തവാഫത്ത് ബിൽ ബൈത്തി 7 പ്രാവശ്യത്തെ ചുറ്റാണ് ഒരു തവാഫ് എന്ന ബോധത്തിൽ തന്നെയാണ് ആ കപ്പൽ സ്വന്തമായി അവിടെ തവാഫ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ പറയാൻ പോകുന്ന ഹദീസ് മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങളുടെ ജാമിഉൽ അഹാദീസിൽ വന്നിട്ടുള്ളതാണ്. മാത്രവുമല്ല തവാഫ് കഴിഞ്ഞാൽ 2 റക്അത്ത് സുന്നത്ത് മഖാം ഇബ്രാഹിമിന്റെ പിന്നിലുണ്ടല്ലോ. വസല്ലത്ത് ഖൽഫൽ മഖാമി റക്അത്തൈനി. ഈ കപ്പല് അതിനെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമെന്നോണം ഈ കപ്പലിൻ്റെതായ ഭാഷയിൽ, സ്വഭാവത്തിൽ മഖാം ഇബ്രാഹിമിന്റെ പിൻഭാഗം ജലോപരിതലത്തിൽ ഇളകി മറിയുന്ന തിരമാല കൂമ്പാരങ്ങളുടെ ഇടയിൽ മഖാം ഇബ്രാഹിമിന്റെ പൊസിഷൻ കണ്ടെത്തി ആ കപ്പൽ അവിടെ ഒരു നിസ്കാര നിർവഹണവും നടത്തി എന്ന് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ പറഞ്ഞതായി മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തിയുടെ ജാമിഉൽ അഹാദീസിൽ കാണാം. ഇത്ര വിവേകിയും അള്ളാഹുവിന്റെ മേൽനോട്ടവും സംരക്ഷണവുമുള്ള ഈ കപ്പൽ പോലും ഈ ലോകത്ത് അപകടത്തിൽ പെടുമായിരുന്നു. ഇനി ഇതിന്റെ കൂടെ മറ്റൊരു കാര്യവും കൂടി പറയാം. ഈ കപ്പലിൽ ഒരു കാവലിന് വേണ്ടിയിട്ട്
ഈ കപ്പലിൽ ഒരു കാവലിന് വേണ്ടി, ബർക്കത്തിന് വേണ്ടി അംബിയ മുർസലീങ്ങളുടെ പേര് പലകയിൽ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഈ കപ്പലിനെ ഏകദേശം 1,24,000 പലകകളായി മുറിച്ചെടുത്തു. ഞാൻ കപ്പലിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നില്ല, ഇതുകൂടി പറയാം. 1,24,000 വരുന്ന പലകകളായി മുറിച്ചെടുത്തിട്ട് ഓരോ പലകയിലും ഓരോ നബിയുടെ പേര് കൊത്തിയെഴുതി. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഫർണിച്ചറിന്റെ വർക്ക് അല്ലെങ്കിൽ ഈ മരപ്പണി നല്ലോണം അറിയാമായിരുന്നു. മഹാനവറുകൾ അത്രയും വലിയ നിപുണനായിരുന്നു. നല്ല കൊത്തുപണി മരത്തിൽ നടത്തി 1,24,000 നബിമാരുടെയും പേര് ആ പലകകളിൽ കൊത്തിവെച്ചിട്ട് ആ പലകകൾ കൊണ്ടാണ് കപ്പലുണ്ടാക്കിയിട്ടുള്ളത്. മാത്രവുമല്ല, അതിന്റെ ഏറ്റവും അടിസ്ഥാന പലകയിൽ എഴുതി വെച്ചിരുന്ന പേര് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഈ കപ്പല് ഇത്രയും 1,24,000 വരുന്ന അമ്പിയാക്കളുടെ പേര് കൊത്തിവെച്ച പലകകളാൽ നിർമ്മിക്കപ്പെട്ടതായിരുന്നു. 96 വർഷമെന്നും 98 വർഷമെന്നും ഒക്കെ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട്. അത്രത്തോളം നാളുകൾ ഈ കപ്പൽ നിർമ്മാണത്തിന് വേണ്ടി വന്നു. ഇങ്ങനത്തെ കപ്പലായിരുന്നിട്ട് പോലും ഈ കപ്പലും അപകടത്തിൽ പെടുമായിരുന്നുവെന്ന് ഖുർആൻ. കേട്ടോളൂ, ഈ വാഹനത്തെക്കുറിച്ചും മറ്റു വാഹനങ്ങളെയും ഉൾപ്പെടുത്തിയിട്ട് ഖുർആൻ പറഞ്ഞത് നോക്കൂ. ഇങ്ങനെ ഇത്ര ആത്മീയ സുരക്ഷിതത്വം ഉള്ള കപ്പലായിരുന്നിട്ട് പോലും വആയത്തുൽ ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽകിൽ മശ്ഹൂൻ وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين. ലോകത്തെ ഏറ്റവും ഫെസിലിറ്റീസ് ഉള്ള വാഹനം ഏതെന്ന് ചോദിച്ചാൽ ഈ കപ്പലാണ്. സർവ്വസൃഷ്ടികളെയും കയറ്റാൻ പറ്റുന്ന, ബിസ്മി ചൊല്ലിയാൽ സെൻസർ വർക്ക് ചെയ്യുന്ന പോലെ കപ്പലിന്റെ നങ്കൂരം ഉയരുകയും കപ്പൽ സഞ്ചരിക്കുകയും, സഞ്ചരിച്ചാൽ പോലും കഅബയ്ക്ക് തവാഫ് ചെയ്യുന്ന കപ്പല്, എന്നിട്ട് മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ വന്ന് നിസ്കരിക്കുന്ന കപ്പല്, അത്ര കണ്ടീഷൻ, അത്ര ഫെസിലിറ്റീസ് ഉള്ള, അത്ര സുരക്ഷിതത്വമുള്ള കപ്പൽ ആ കപ്പലായിരുന്നിട്ട് പോലും അള്ളാഹു പറയുന്നു, ആയത്തുലഹും, ഇങ്ങനത്തെ അത്ഭുത കപ്പലെ നീ ലോകത്തുള്ള സർവർക്കും അള്ളാഹു ഉണ്ട് എന്നതിന്റെ തെളിവാണ്, ദൃഷ്ടാന്തമാണ്. അന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽകിൽ മശ്ഹൂൻ. തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന, സൃഷ്ടികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കപ്പല്, ആ കപ്പലിനെ നാം വഹിച്ചു കൊണ്ടുപോയി. ആ കപ്പലിന്റെ യാത്ര അത്ഭുതമാണ്. ആ കപ്പലിന്റെ യാത്രയെ കുറിച്ച് പഠിച്ചാൽ അല്ലാഹനെ കണ്ടെത്താനുള്ള ദൃഷ്ടാന്തമാണ് പരിശുദ്ധ ഖുർആൻ. എന്നിട്ടോ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ കപ്പൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ ആ കപ്പലും നിങ്ങൾ വാഹനമായി ഉപയോഗിക്കുന്ന ഇന്നത്തെ നിങ്ങളുടെ വാഹന സംവിധാനങ്ങൾ മുഴുവനും നാം ഉദ്ദേശിച്ചാൽ അതിനെ മുക്കിക്കളയും, അപകടപ്പെടുത്തും. ഫലാ സ്വരീഖ ലഹും, ആരും സഹായിക്കാനില്ല. അപ്പൊ അപകടങ്ങൾ വാഹനമാണോ, അതിൽ പ്രതീക്ഷിക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇവിടെയൊക്കെ നമ്മുടെ കൂടെ വേണ്ടത് ദുആയാണ്. ദുആയാണ്. വാഹനത്തിൽ കയറുമ്പോഴുള്ള ദുആണ്ട്, ദിക്റുകളുണ്ട്. അപകട മരണത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കരുതലാണ്. ആ ഒരു ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. ഇനി കേട്ടോളൂ, ഒരു ഹദീസ് പറയാം. നേരം വൈകുന്നു, ഞാൻ പെട്ടെന്ന് പറയാം. ഇമാം തൊബറാനിയുടെ മുഅ്ജമിൽ കാണാം ഹദീസ്. അനിൽ മുത്ഇം ഇബ്നുൽ മിഖ്ദാദ് മിഖ്ദാം അസ്-സ്വൻആനി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. തൊബറാനിയുടെ മുഅ്ജമിലുണ്ട് ഹദീസ്, കേട്ടോളൂ. ഹബീബ് പറയുന്നു, മാ ഖലഫ അഹദുൻ ഇൻദ അഹ്ലിഹി, ഒരാള് തന്റെ കുടുംബത്തിൽ പ്രതിനിധിയായി, പകരക്കാരനായി വെച്ചു പോകുന്നു കാവലിന് വേണ്ടി. അഫ്ളല മിൻ റകഅതൈനി യർകഉഹുമാ ഇൻദഹും ഹീന യുരീദു സഫറ, യാത്ര പോകുന്നവൻ വീട്ടിൽ നിന്നും 2 റകഅത്ത് നിസ്കരിച്ചു പോയാൽ ആ 2 റകഅത്ത് നിസ്കാരം താൻ തനിച്ചാക്കി പോകുന്ന തന്റെ കുടുംബത്തിന് കാവലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് യാത്ര പോകുന്നവന്റെ യാത്രക്കും കാവലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذي خلق الأزواج كلها وجعل لكم من الفلك والأنعام ما تركبون لتستووا على ظهوره ثم تذكروا نعمة ربكم إذا استويتم عليه وتقولوا سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا സൂറത്ത് സുഖ്റുഫിന്റെ 12, 13, 14 ആയത്തുകൾ.
അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് നമുക്ക് വാഹനത്തിൽ കയറുമ്പോഴുള്ള ദിക്ർ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, ഞാൻ ആയത്ത് കൂടുതൽ വിശദീകരിക്കുന്നില്ല, ഇതിന്റെ വ്യാഖ്യാനത്തിലേക്ക് വരാം. വ്യാഖ്യാനത്തിൽ കാണാം, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം കണ്ടോളൂ. ഇദാ വലഅ റിജ്ലഹു ഫിർരികാബി, ഒരു വാഹനത്തിലേക്ക് കാല് കയറ്റി വെക്കുമ്പോൾ തന്നെ ഹബീബ് പറയും ബിസ്മില്ലാഹ്, ബിസ്മി ചൊല്ലിയിട്ട് വാഹനത്തിലേക്ക് കയറാം. വാഹനത്തിൽ ഇരിപ്പ് ഉറച്ചു കഴിഞ്ഞാൽ, ആ ബെൽറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ, ഹെൽമെറ്റ് ഒക്കെ വെച്ച് താക്കോൽ ഇങ്ങനെ തിരിക്കുമ്പോ അപ്പൊ അവിടെ നിന്ന് പറയും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ വാഹനത്തെ എനിക്ക് കീഴ്പ്പെടുത്തി തന്ന അല്ലാഹ്, നീ പരിശുദ്ധൻ, ഞാൻ നിന്നിലേക്ക് മടങ്ങി വരേണ്ടവനാണ് എന്നൊക്കെ ആ ദുആയിൽ പറഞ്ഞത്. ആ രീതിയിൽ നീ നോക്കിക്കോളൂ, ഇനി നോക്കിക്കോളൂ. ഒരു ദുആയുണ്ട്, ഈ ദുആ പഠിച്ചു വെച്ചോ. ഈ ദുആ ജീവിതത്തിൽ ആവശ്യമുള്ള ദുആയാണ്. റസൂലുള്ളാഹി ഇങ്ങനെ പറഞ്ഞു വാഹനത്തിലേക്ക് കയറിയാൽ, അതായത് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീന വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇത് ചൊല്ലിയിട്ട് റസൂലുള്ളാഹി വാഹനത്തിലേക്ക് കയറിയാൽ സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസിൽ കാണാം, അതിന്റെ കൂടെ തന്നെ ഹബീബ് പറയും അല്ലാഹു അക്ബർ 3 വട്ടം പറയും, അൽഹംദുലില്ലാഹ് പറയും, അല്ലാഹു അക്ബർ പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. ഇനി കേട്ടോളൂ, ഒരു ദുആയും കൂടി അതിനോട് ചേർത്ത് പറയും. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർളാ اللهم هون علينا سفرنا هذا واطوي عنا بعده اللهم أنت الصاحب في السفر والخليفة في الأهل اللهم إني أعوذ بك من وعثاء السفر وكابة المنظر وسوء المنقلب في المال والأهل سيدنا رسول الله صلى الله عليه وسلم. ഈ ദുആ പഠിക്കണം, ഈ ദുആ ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യാത്രയിലെ അപകടങ്ങളെ തൊട്ട് കാവലാണ് ഈ ദുആ. യാത്ര പോയാൽ നമ്മുടെ കുടുംബത്തിന് കാവലാണ് ഈ ദുആ. യാത്രയുടെ ദൂരം അല്ലാഹു എളുപ്പമാക്കി തരാൻ ഈ ദുആ പരിഹാരമാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.